ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 6 മാസത്തിനിടെ കേരളം സന്ദർശിച്ചത് 1.23 കോടി സഞ്ചാരികൾ. ഏറ്റവും കൂടുതൽ പേർ എത്തിയത് ഇടുക്കി ജില്ലയിൽ. സംസ്ഥാനത്തേക്ക് ടൂറിസ്റ്റുകളുടെ വരവിൽ വൻ വർധനവ്. കേരളത്തിലേക്കുള്ള ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ എണ്ണം റെക്കോർഡിലേക്കാണ് നീങ്ങുന്നത്. 2025 ജൂൺ വരെയുള്ള 6 മാസ കാലയളവിനിടയിൽ 1.23 കോടി സഞ്ചാരികളാണ് സംസ്ഥാനം സന്ദർശിച്ചത്. മനോഹര സ്ഥലങ്ങൾക്കൊപ്പം സുരക്ഷിത യാത്രയാണ് കേരളത്തെ ആഗോള ടൂറിസം ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നത്. കണക്കുപ്രകാരം കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ എത്തിയത് ഇടുക്കിയിലാണ്. 21,79,566 പേരാണ് ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. ഇടുക്കി കഴിഞ്ഞാൽ കൂടുതൽ ടൂറിസ്റ്റുകളെ വരവേറ്റത് എറണാകുളമാണ്. 21,30,40 പേരാണ് കൊച്ചി കാണാൻ എത്തിയത്. 3-ാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരവും. വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിൽ എറണാകുളം ജില്ലയാണ്. 1,24,260 വിദേശികളാണ് ജില്ലയിലെത്തിയത്. ടൂറിസം മാർക്കറ്റിംഗിലുൾപ്പെടെ വലിയ മാറ്റങ്ങൾ വരുത്തിയതാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണം. വ്യത്യസ്തമായ ടൂറിസം പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കിയതും സഞ്ചാരികൾക്കായി സൗകര്യങ്ങൾ ഒരുക്കിയതും നേട്ടമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 115 ഒഴിവുകളിലേക്കായാണ് അപേക്ഷ ക്ഷണിച്ചത്. എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവും ഉള്ളവർക്കാണ് അവസരം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയും ഫീസ് ഈടാക്കും. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30 ആണ്. വിശദവിവരങ്ങൾക്ക് bankofindia.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കന്യാകുമാരി കടലിന് സമീപത്തായി തുടരുന്ന ചക്രവാത ചുഴി നാളെയോടുകൂടി കന്യാകുമാരി കടൽ, ശ്രീലങ്ക, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും ശക്തി പ്രാപിച്ചേക്കും. മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം മലേഷ്യയ്ക്കും മലാക്ക കടലിടുക്കിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് ആൻഡമാൻ കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള 48 മണിക്കൂറിനൂടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുകയും ചെയ്യും. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ മഴയുണ്ടായേക്കും. നവംബർ 24 മുതൽ 26 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.